ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 84. അങ്ങനെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ സെയിൽ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ബിഗ് ബില്യൺ ഡേയ്സ്, ആമസോണിലാണെങ്കിൽ ഗ്രേറ്റ് ഇൻ ദ ഫെസ്റ്റിവൽ. അതിൻ്റെ ഒഫീഷ്യലായിട്ട് പേജ് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു മാസം ലാസ്റ്റ് വരുമെന്നാണ് കേട്ടത്. പക്ഷേ ഈ ഒരു മാസം ലാസ്റ്റ് അല്ല, അതിന് മുമ്പേ ഒരു സെക്കൻഡ് വീക്ക് തന്നെ എന്തായാലും ഈ ഒരു സെയിൽ ഉണ്ടാവും. സെക്കൻഡ് വീക്ക് എന്ന് പറയുമ്പോൾ ഒരു സെപ്റ്റംബർ 14 ആ ഒരു ഡേറ്റ്, ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇത് സ്റ്റാർട്ടാവുന്നത്. ഏത് ബാങ്ക് കാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടിയില്ല. ആകെ കമ്മിങ് സൂൺ പോസ്റ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ആപ്പിളിൻ്റെ 3ാമത്തെ സ്റ്റോറ് ബാംഗ്ലൂർ അവർ ഓപ്പൺ ചെയ്ത്. ഇപ്പം എന്തുകൊണ്ട് 4ാമത്തെ സ്റ്റോറ് പൂനെയിലും അവർ നാളെ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പം അടുപ്പിച്ച് 2 സ്റ്റോർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ടോട്ടലി ഇന്ത്യയിൽ 4 സ്റ്റോർ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ സ്റ്റോർ അവൈലബിൾ ആയിരിക്കും. കൊച്ചിയിൽ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. മെല്ലെ മെല്ലെ എല്ലായിടത്തും വന്ന് ലാസ്റ്റ് ആയിരിക്കും എന്തായാലും കേരളത്തിലേക്ക് വരുന്നത്. അപ്പം എന്തായാലും ആപ്പിളിൻ്റെ 17 സീരീസിൻ്റെ ലോഞ്ചും അടുപ്പിച്ചായി. അപ്പോൾ അതിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്ന രീതി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം റിയൽമി 15000 mAh ബാറ്ററിയുള്ള ഫോൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.5 mm മാത്രമാണ്. ഇതിനു മുമ്പ് ഒരു 10000 mAh ബാറ്ററിയുള്ള ഫോൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോൺ അടുത്ത വർഷം Q1 തന്നെ വരുമെന്നാണ് ഇപ്പം ലീക്സിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ 7500 mAh ഒക്കെ എത്തി. പിന്നെ 10000 mAh എത്താൻ വലിയ സമയമൊന്നും വേണ്ട. 5000 നേരെ 10000 mAh എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ ഇറ്റ്സ് വാവ് എന്നൊക്കെ പറയാം. അല്ലാത്ത രീതിയിൽ ഇതിപ്പോൾ കോമൺ ആണ്. പക്ഷേ 15000 mAh എന്ന് പറയുന്നത് വലിയൊരു ബാറ്ററിയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു പവർ ബാങ്ക് ഒരു 10000 mAh ഉണ്ടെങ്കിൽ ഓക്കെ, 20000 mAh ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ ഈ 15000 mAh ഒരു ഫോണിൽ ബാറ്ററി വരിക എന്ന് പറയുന്നത് അത് വലിയ സംഭവമാട്ടോ. അത് ഈ ഒരു 8.5 mm തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ടെക്നോളജിയൊക്കെ വന്ന് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഒരു ഫോണിലെ ബാറ്ററി ഇപ്പം ഒരാഴ്ച 1 മാസമൊക്കെ നിൽക്കുന്ന ലെവലിലേക്കൊക്കെ എത്തുമായിരിക്കും അല്ലേ, അറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ചിലപ്പോൾ എത്തുമായിരിക്കും, എത്താതിരിക്കുമൊന്നുമില്ല, എന്തായാലും എത്തൊക്കെ ചെയ്യും. ആ രീതിയിൽ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite 2 അല്ല വരുന്നത്. അതിൻ്റെ പേര് ചിലപ്പോൾ ഇങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 എന്ന പേരിലായിരിക്കും വരുന്നത്. അതായത് ഇതിൻ്റെ പ്രീവിയസ് മോഡൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആയിരുന്നു ഉണ്ടായത്. പിന്നെ 4 പകരമായിരുന്നു 8 Elite വന്നത്. ഇപ്പം മറ്റച്ചായ ആണെങ്കിൽ 8 Gen 5 വരേണ്ട സമയമാണ്. അപ്പം അതുകൊണ്ട് 8 Gen ഇല്ല, അതിന് പകരം 8 Elite Gen 5. എന്ത് പേരായാലും എൻ്റെ ഫോണിൽ ചിപ്സെറ്റ് കോൾകോം സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ഇത്ര വലിയ പേരായാലും അല്ലേ. ആപ്പിള് ബയോണിക് 16, 17, 18 ആ ലെവലിൽ അവർ പോകുന്നുണ്ട്. ഇത് വലിയ ചക്കപ്പൊക്ക പേരും. ഇത് കൺഫേംഡ് അല്ല, പക്ഷേ അങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പം ലീക്സിലൊക്കെ കേൾക്കുന്നത്. ഭയങ്കര ബോറായിരിക്കും ഇത്രയും വലിയ പേരൊക്കെ, പക്ഷെ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്, പക്ഷേ പെർഫോമൻസ് വൈസൊക്കെ ലെവലായിരിക്കും, അതിനൊരു ഡൗട്ടും വേണ്ട. ആ ലെവൽ പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ ദിവസം റിയൽമിയുടെ പുതിയൊരു ഓഫ്ലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ ഇറങ്ങി. റിയൽമിയുടെ 15T എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേര്. ഡിമെൻസിറ്റിയുടെ 6400 മാക്സ് എന്നാണ് പ്രോസറായിട്ട് വരുന്നത്. 7000 mAh ബാറ്ററി, 50 MB ഡുവൽ റിയർ ക്യാമറ വരുന്നുണ്ട്, 50 MB സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഐഫോണിൻ്റെ സെയിം ആക്ച്വൽ ഡിസൈനാണ് ഈ ഒരു ഫോണിന് വരുന്നത്. പക്ഷേ അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പക്കാ കോപ്പി ലെവൽ മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ദൂരത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു 3 ക്യാമറ കാണുമ്പോൾ പുതിയൊരു ഐഫോൺ എടുത്ത ഒരു ഫീൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 21000 രൂപയാണ്. ഓഫ്ലൈനാണ്. പെർഫോമൻസ് വൈസൊക്കെ ഭയങ്കര വീക്കാണ്. പക്ഷേ ക്യാമറ, ബാറ്ററി, ഡിസ്പ്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു മോഡലാണ്. ഓഫ്ലൈനിൽ വാങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ്, മോശമൊന്നും പറയാനില്ല. ഓഫ്ലൈനാണ്, ആ രീതിയിൽ മാത്രം നോക്കുക. ഓൺലൈനിലാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഈ ഒരു ഫോൺ റിയൽമിക്ക് തന്നെ വരുന്നുണ്ട്. ഓഫ്ലൈനിൽ വാങ്ങുന്നവർക്ക് ഒരു ഐഫോണിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ സാംസങ്ങിൻ്റെ അടുത്തൊരു ലോഞ്ച് സാംസങ്ങിൻ്റെ ഇവൻറ്റ് നാളെ 4-ാം തീയതി വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന സാംസങ്ങിൻ്റെ S25 FE ലോഞ്ച് ചെയ്യും. പിന്നെ സാംസങ്ങിൻ്റെ ടാബ് S11 സീരീസും നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 25 FE എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. പ്രീവിയസ് മോഡൽ തന്നെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ സംഭവമൊന്നും കാണണ്ട. പ്രൈസൊക്കെ 60000 രൂപ ആ റേഞ്ചിലൊക്കെ ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ ആ പ്രൈസിന് ഒട്ടും പേർത്തല്ല. അടുത്ത വർഷം ഇത് വാങ്ങാൻ പറ്റിയ നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇപ്രാവശ്യം ഇത് വാങ്ങിയേ വേണ്ട. ഇന്ന് ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആയിരിക്കും ഇതിൻ്റെ ഒറ്റ അടിക്ക് ഡൗൺ ആവും പ്രൈസൊക്കെ. അതുകൊണ്ട് ആരും പോയി വാങ്ങാതിരിക്കുക. വേറെ നല്ല ഇതിനെക്കാട്ടും നല്ലതാണ് സാംസങ് S24 ഉണ്ട്.
അതെടുത്തോ. FE ഒന്നും ഇറങ്ങിയ പാട് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും ബർത്തേ അല്ല. പിന്നെ വേൾഡിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയുള്ള ഫോൺ നാളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ടെക്നോ പോവ സ്ലിം എന്നാണ് ആ ഒരു ഫോണിൻ്റെ പേര്. പക്ഷേ എത്ര തിക്നെസ് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഡിസൈനൊക്കെ കാണുന്ന സമയത്ത് ഒരു വിചിത്രമായിട്ടുള്ളൊരു ക്യാമറ മൊഡ്യൂളൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള സാംസങ്ങിൻ്റെ ഏതാണ് എഡ്ജ് അതിനേക്കാളും സ്ലിമ്മസ്റ്റ് ആയിരിക്കും. പക്ഷേ ഐഫോണിനേക്കാളും എത്രയാണെന്ന് തിക്നെസ് എന്ന് അവർ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നാളെ ആയിരിക്കും അതിൻ്റെ ലോഞ്ച്. ഫ്ലിപ്കാർട്ടിലായിരിക്കും ആ ഒരു ഫോൺ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. മെയിനായിട്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ഓഫേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ബെസ്റ്റ് ടൈമാണ്. കാരണം ഓഫേഴ്സിൻ്റെ മെയിൻ മാസമാണ് സെപ്റ്റംബർ. പിന്നെ ഐഫോണിൻ്റെ 17 സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ മന്താണ് ഈ ഒരു വർഷത്തിലെ ഏറ്റവും സ്മാർട്ട് ഫോൺസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു മാസമാണ്. അപ്പം നമ്മളെ ഫോളോ ചെയ്ത് വെക്കുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്യാത്തണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.